സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മുതലാളിത്തം എങ്ങനെയാണ് ഒരു സാമൂഹിക വ്യവസ്ഥിതി എന്ന രീതിയിൽ നോക്കിക്കാണേണ്ടത്. മുതലാളിത്തത്തിന്റെ പ്രധാന സവിശേഷതകളായിട്ടുള്ള കമ്മോഡിറ്റൈസേഷൻ, ചരക്കുവൽക്കരണവും അതുപോലെ തന്നെ കൺസംഷൻ. ചരക്കുവൽക്കരണം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു, ഒരിക്കൽ വിപണിയിൽ വിൽപ്പന ചരക്കില്ലാത്തൊരു വസ്തു വിൽക്കപ്പെടുക. ബോട്ടിൽ വാട്ടറുള്ള എക്സാമ്പിൾ പറഞ്ഞു. അതുപോലെ കൺസംഷൻ എന്ന് പറയുന്നത്, ഉപഭോഗം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ടതാണ്, സ്റ്റാറ്റസ് സിമ്പിളുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ള മാക്സ് വെബറുടെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ കണ്ടു. ഈ വിവരങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ വെക്കുന്നു. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗ്ലോബലൈസേഷൻ, ഇന്റർലിങ്കിങ് ഓഫ് ലോക്കൽ, റീജിയണൽ, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ മാർക്കറ്റ്. പ്രാദേശിക, ദേശീയ, അന്തർദേശീയ വിപണികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ആഗോളവൽക്കരണം എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. പ്രിയ വിദ്യാർത്ഥികളെ, ലോകത്തെ തന്നെ നെട്ടിച്ചുകൊണ്ട് 2001 സെപ്റ്റംബർ 11 അമേരിക്കയുടെ ഏറ്റവും അഭിമാനമായ വേൾഡ് ട്രേഡ് സെന്റർ തീവ്രവാദ അറ്റാക്കിൽ നിലംപൊത്തുന്ന ദൃശ്യം ലോകം ഫുൾ കണ്ടതാണ്. അത്തരം ന്യൂസുകളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ നിങ്ങളല്ലേ? ഇല്ലെങ്കിൽ ആ ഒരു വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണത്തിൽ തകരുന്ന ദൃശ്യം ഒന്ന് കാണാം. നോക്കൂ. Through the building like a fireball. You can see. I said that's good. Everybody go straight. This ambulance is about 100 feet ahead. Clear out of here now. Folks, we are evacuating this part of Manhattan. Get out of here now. Let's go, folks. Let's go. Let's go. Come on. How are people getting off the island right now? Right now. Folks, let's go. Let's go. Come on. ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ച കാഴ്ച നിങ്ങൾ കണ്ടു. എന്തിനാണ് ഞാൻ ആ കാഴ്ച കാണിച്ചത് ഇവിടെ? നമുക്കറിയാം, അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെന്റർ തകർന്നപ്പോൾ ഏകദേശം ഒരു 15,000 കിലോമീറ്റർ ദൂരെയുള്ള ഇന്ത്യയെ അത് ബാധിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ IT സോഫ്റ്റ്വെയർ മേഖല. മറ്റു രാജ്യങ്ങളുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് സോഫ്റ്റ്വെയർ IT മേഖലയുമായിട്ടാണ്. അപ്പോൾ വേൾഡ് ട്രേഡ് സെന്റർ തകർന്നപ്പോൾ ഇന്ത്യയുടെ വ്യാവസായിക, വ്യാപാര, ബിസിനസ് മേഖലയെ അത് ബാധിച്ചു. ഇവിടെയാണ് മറ്റൊരു ഭൂഖണ്ഡത്തിലുള്ള ഒരു രാജ്യത്തിൻ്റെ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായി ബാധിക്കുമ്പോൾ അത് ലോകത്തുള്ള മറ്റു രാജ്യങ്ങളെയും ബാധിക്കുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? നമുക്കൊരൊറ്റ വാക്കിൽ പറയാം, ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? 1980-കളിലാണ്, in 1980s. It is an era of liberalization, privatization, globalization. 1980-കളിലാണ് ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം, പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം, ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം. ഇന്ന് നമ്മൾ ആഗോളവൽക്കരണത്തിന്റെ യുഗത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, ആഗോളവൽക്കരണം എന്ന് പറയുന്നത് രാജ്യങ്ങളെ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. The entire world is necessarily interconnected economically, politically and culturally. ലോകം മുഴുവൻ രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് തുടക്കം കുറിച്ചത് ലിബറലൈസേഷനാണ്. എന്താണ് ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ? The government setback from developmental policies and loss of public sectors. വികസന നയങ്ങളിൽ നിന്നും ഗവൺമെന്റിന്റെ പിന്മാറ്റം, അതല്ലെങ്കിൽ പൊതുമേഖലയിൽ നിന്നും ഗവൺമെന്റിന്റെ പിന്മാറ്റം, ഇതാണ് ഉദാരവൽക്കരണത്തിലേക്ക് തുടക്കം കുറിച്ചത്. ഇങ്ങനെ നമ്മൾ സ്വകാര്യവൽക്കരണത്തിലേക്കും അതിലുപരിയായിട്ട് ആഗോളവൽക്കരണത്തിലേക്കും ലോകം നീങ്ങി എന്നുള്ളതാണ്.
Globalization include international movement of commodities, money, information, people and technology. ഇവിടെ ചരക്കുകൾ മാത്രമല്ല ഗ്ലോബലൈസേഷനിൽ മൂവ് ചെയ്യപ്പെട്ടത്. സാധനങ്ങളും സേവനങ്ങളും ജനങ്ങളും പണവും ഇൻഫർമേഷനും സാങ്കേതിക വിദ്യയും ഒരു സ്ഥലത്തുനിന്നും മറ്റൊരു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒഴുകിയ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. എ സെൻട്രൽ ഫീച്ചർ ഓഫ് ഗ്ലോബലൈസേഷൻ ഈസ് ഇൻക്രീസിംഗ് എക്സ്റ്റൻഷൻ ആൻഡ് ഇന്റഗ്രേഷൻ ഓഫ് മാർക്കറ്റ്സ് ആൻഡ് ദി വേൾഡ്. ഗ്ലോബലൈസേഷന്റെ ഒരു കേന്ദ്ര സവിശേഷത എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ആൻഡ് ഇന്റഗ്രേഷൻ ഓഫ് മാർക്കറ്റ്സ് ടു ദി വേൾഡ്. ലോകത്തിന്റെ വിവിധ വശങ്ങളിലേക്ക് വിപണികളുടെ വ്യാപനവും ഏകോപനവും. വിപണിയെ നമ്മൾ ഏകോപിപ്പിച്ചു, എല്ലായിടത്തും വ്യാപിക്കുകയും ചെയ്യും, അതിനെ ഏകോപിപ്പിക്കുകയും ചെയ്തു. നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് എന്നൊക്കെ പറയാം അല്ലെ, അതല്ലെങ്കിൽ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന ലോകം ഒരു ഗ്രാമമായിട്ട്, നമ്മൾ കയ്യിലൊതുക്കുന്ന ഒരു ഗ്രാമമായിട്ട് അത് മാറി എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് ഈ എക്സ്പാൻഷന്റെയും ഇന്റഗ്രേഷന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? എനി ചേഞ്ചസ് ഇൻ ദി മാർക്കറ്റ് എനിവേർ ഓൺ ദി ഗ്ലോബ് ആസ് ആൻ ഇമ്മീഡിയറ്റ് ഇമ്പാക്ട് ആൾ ഓവർ ദി വേൾഡ്. അതാണ് തുടക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞത്. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു രാജ്യത്തിൽ ഉണ്ടാവുന്ന വ്യാപാര അല്ലെങ്കിൽ വിപണിപരമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ മറ്റു ചേഞ്ചസ് അത് ലോകത്തിന്റെ മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നു. അതാണ് നമ്മൾ വീഡിയോയിൽ കണ്ടത്. എക്സാമ്പിൾ എന്താ പറഞ്ഞത്? India's booming software industry may face a slump if the US economy does badly, leading to loss of business and job here. For example, US-ൽ അമേരിക്കയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെറ്റ് ബാക്ക് ഉണ്ടായാൽ, ഒരു സാമ്പത്തിക പ്രശ്നം നേരിട്ടാൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ഇന്ത്യയെ പോലുള്ള മറ്റു രാജ്യങ്ങളെയും ബാധിക്കുന്നു. അതിനുള്ള ഉദാഹരണം നമ്മൾ പറഞ്ഞത് ആസ് ഹാപ്പൻ ആഫ്റ്റർ ദി 9/12 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചപ്പോൾ, തകർന്നപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ, ഇന്ത്യൻ IT മേഖലയെ, സോഫ്റ്റ്വെയർ മേഖലയെ അത് ബാധിച്ചു. ദി സോഫ്റ്റ്വെയർ സർവീസസ് ഇൻഡസ്ട്രീസ് ആൻഡ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് BPO industries are some of the major avenue through which India is getting connected to the global economy. അപ്പൊ എന്തുകൊണ്ടത് ബാധിച്ചു? ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ സമ്പദ് വ്യവസ്ഥ, നമ്മുടെ രാജ്യം ഗ്ലോബൽ ഇക്കോണമിയുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ BPOs എന്ന് പറയും, അതായത് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ഇൻഡസ്ട്രീസ്, കോൾ സെന്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന, പ്രത്യേകിച്ചും കോൾ സെന്റർ, വിദേശ കമ്പനികൾ കോൾ സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കോൾ സെന്റേഴ്സ്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ സർവീസ് ഇൻഡസ്ട്രീസ്, ഈ ഒരു മേഖലയാണ് ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഗ്ലോബലൈസേഷനിൽ ഇന്ത്യ ലോകത്തിന്റെ മറ്റു വിവിധ രാജ്യങ്ങളുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രീസ് ആണ്, IT ഇൻഡസ്ട്രീസ് ആണ്, അതുപോലെ തന്നെ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് BPOs, കോൾ സെന്റേഴ്സ് പോലത്തെ വ്യാപാര മേഖല കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്താണ് BPOs എന്ന് പറഞ്ഞാൽ? ദി കമ്പനീസ് ബേസ്ഡ് ഇൻ ഇന്ത്യ പ്രൊവൈഡ്സ് ലോ കോസ്റ്റ് സർവീസസ് and labor to customers located in the developed countries of the world. വികസിത രാജ്യങ്ങളിൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വൻകിട കമ്പനികൾ അതിൽ കുറഞ്ഞ തൊഴിലാളികളെയും കുറഞ്ഞ മുതൽ മുടക്കിലും സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മൂന്നാം ലോക രാജ്യങ്ങളിൽ അവരുടെ സോഴ്സുകൾ, സെന്ററുകൾ തുറക്കുന്നതാണ് BPOs എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് ഇന്ത്യ കണക്ട് ചെയ്യപ്പെട്ടത്. ഒരുപാട് BPOs വിദേശ രാജ്യങ്ങളുടെ, വികസിത രാജ്യങ്ങളുടെ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ബാധിച്ചത്. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് ഗ്ലോബലൈസേഷൻ. ദെൻ വെർച്വൽ മാർക്കറ്റ് കോങ്കറിംഗ് ടൈം ആൻഡ് സ്പേസ്. യഥാർത്ഥ വിപണി സ്ഥലകാലങ്ങളെ കീഴടക്കുന്നു. അണ്ടർ ഗ്ലോബലൈസേഷൻ നോട്ട് ഓൺലി മണി ആൻഡ് ഗൂഡ്സ് ബട്ട് ആൾസോ പീപ്പിൾ, കൾച്ചറൽ പ്രോഡക്ട്സ് ആൻഡ് ഇമേജസ് സർക്കുലേറ്റഡ് റാപ്പിഡ്ലി അറൗണ്ട് ദി വേൾഡ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഗോളവൽക്കരണത്തിൽ ചരക്കുകളും സമ്പത്തും മാത്രമല്ല, അതിലുപരിയായിട്ട് ജനങ്ങളും സാംസ്കാരികമായ ഉൽപ്പന്നങ്ങൾ, എല്ലാ തരം സാധനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതുപോലെ പുതിയ പുതിയ മാർക്കറ്റുകൾ ലോകത്തിന്റെ വിവിധ വശങ്ങളിൽ ഉണ്ടാക്കപ്പെടുന്നു. പ്രോഡക്ട്സ്, സർവീസസ്, എലമെന്റ്സ് ഓഫ് കൾച്ചർ ദാറ്റ് വർ ഏർലിയർ ഔട്ട്സൈഡ് ഓഫ് ദി മാർക്കറ്റ് സിസ്റ്റം ആർ ഡ്രോൺ ഇൻ ടു ഇറ്റ്. അതായത് മുൻപ് വിപണികളിൽ നിന്നും ഇല്ലാത്ത പല സാധനങ്ങളും പല സേവനങ്ങളും മാർക്കറ്റുകളിൽ ലഭ്യമാകുന്നു. അതാണ് നമ്മൾ കമ്മോഡിറ്റൈസേഷൻ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ. മുതലാളിത്തത്തിന്റെ ഒരു വലിയ സവിശേഷതയാണ് കമ്മോഡിറ്റൈസേഷൻ, കമ്മോഡിഫിക്കേഷൻ. ആഗോളവൽക്കരണം കമ്മോഡിറ്റൈസേഷന്
അല്ലെങ്കിൽ കമ്മോഡിഫിക്കേഷന് കൂടുതൽ സാധ്യതകൾ നൽകി. എങ്ങനെ? ഒരു എക്സാമ്പിൾ പറയാം. An example is the marketing of Indian spirituality and knowledge system, such as yoga and Ayurveda in the West. മുൻപ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ലഭ്യമല്ലാതിരുന്ന ഇന്ത്യയുടെ ആത്മീയ വിജ്ഞാനമായിട്ടുള്ള യോഗ, അതുപോലെ തന്നെ ആയുർവേദ വിജ്ഞാനങ്ങളൊക്കെ ഇന്ന് പാശ്ചാത്യ രാജ്യത്ത് ഒരു വിൽപ്പന ചരക്കായി മാറിയിരിക്കുന്നു. കമ്മോഡിഫിക്കേഷൻ വന്നിരിക്കുന്നു. യോഗ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് കമ്മോഡിഫിക്കേഷൻ. ആയുർവേദ ഇല്ല, ഇതൊക്കെ ഗ്ലോബലൈസേഷന്റെ ഫലമായിട്ട് ചരക്കുവൽക്കരണത്തിലൂടെ ലോകത്തിന്റെ വിവിധ വശങ്ങളിൽ എത്തി എന്നുള്ളത്. അപ്പോൾ സമ്പത്ത് മാത്രമല്ല, ഉൽപ്പന്നം മാത്രമല്ല, വിജ്ഞാനം, സാംസ്കാരികമായിട്ടുള്ള ആത്മീയത പോലും ലോകത്തിന്റെ വിവിധ വശങ്ങളിൽ ഗ്ലോബലൈസേഷൻ ഫലമായി എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വിപണി എങ്ങനെയാണ്, അതല്ലെങ്കിൽ ഒരു സാംസ്കാരികമായ പ്രവൃത്തി എങ്ങനെയാണ് ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടത് മാറി. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഒരു സംസ്കാരം അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു വിപണിയായിട്ട് അല്ലെങ്കിൽ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി മാറിയത് എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. ദി ഫേമസ് ആനുവൽ ഫെയർ ഇൻ പുഷ്കർ, രാജസ്ഥാൻ, ടു വിച്ച് pastoralists and traders come from distant places to buy and sell camels and other livestock. രാജസ്ഥാനിലെ ഒരു സ്ഥലമാണ് പുഷ്കർ. പുഷ്കറില് എല്ലാ വർഷവും നടന്നു വരുന്ന ഒരു മേളയുണ്ട്, ക്യാമൽ ഫെയർ എന്ന് പറയും. അവിടെ ഒട്ടകങ്ങൾ അതുപോലെ തന്നെ മറ്റു ലൈഫ് വിൽക്കുന്ന ഒരു ചന്തയാണ് പുഷ്കർ മാർക്കറ്റ് അല്ലെങ്കിൽ പുഷ്കർ മേള. While the Pushkar Fair continue to be a major social and economic event for local people, it is also marketed internationally as a major tourism attraction. എങ്ങനെയാണ് പുഷ്കർ മേള ഒരു കൾച്ചറൽ ആയിട്ടുള്ള വിപണി അല്ലെങ്കിൽ കൾച്ചറൽ ആയിട്ടുള്ള ഒരു പ്രവൃത്തി അത് വിപണിയായിട്ടും ഗ്ലോബലൈസേഷനിലേക്ക് മാറിയത്, വിൽക്കപ്പെട്ടത് എന്നുള്ളതാണ്. കമ്മോഡിറ്റൈസേഷൻ എങ്ങനെ നടന്നു എന്നുള്ളതാണ്. പ്രാദേശിക ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ലൈവ് സ്റ്റോക്കുകളെ, ഒട്ടകങ്ങളെ, മറ്റു വളർത്തുമൃഗങ്ങളെ വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു മേളയായിരുന്നു. എന്നാൽ ഇത് ലോകത്തിന്റെ വിവിധ വശങ്ങളിൽ നിന്നുള്ള ആളുകൾ വാങ്ങാനും വിൽക്കാനും വരികയും അതുപോലെ ഇന്റർനാഷണൽ ടൂറിസത്തിന്റെ ഒരു കേന്ദ്രവുമായിട്ട് പുഷ്കർ മേള പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ദി ഫെയർ ഈസ് ഓൾ ദി മോർ അട്രാക്റ്റീവ് ടു ടൂറിസ്റ്റ് because it comes just before a major Hindu religious festival of Kartik Purnima, when pilgrims come to bath in the holy Pushkar Lake. ഈ ക്യാമൽ ഫെയർ നടക്കുന്നത് ഹിന്ദു മതവിശ്വാസികളുടെ ഒരു പ്രധാന ദിനമാണ് കാർത്തിക പൂർണിമ. അപ്പൊ ഈ കാർത്തിക പൂർണിമ നാളിന്റെ തലേ ദിവസം പുഷ്കർ ലേക്കില് സ്നാനത്തിന് വരുന്ന, ഹോളി സ്നാനത്തിന് വരുന്ന വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകളും ഒത്തുകൂടുന്നു. ഹിന്ദു പിൽഗ്രിംസ്, camel traders and foreign tourists mingle at this event, exchanging not only livestock and money but also cultural symbols and religious merit. അങ്ങനെ പുഷ്കർ മേളയെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഹിന്ദു പിൽഗ്രിംസ് വരുന്നുണ്ട്, ഹിന്ദു തീർത്ഥാടകരുണ്ട്, ഒട്ടക വ്യാപാരികൾ വരുന്നുണ്ട്, ലോകത്തിന്റെ വിവിധ വശങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ, വിനോദസഞ്ചാരികൾ ആകർഷിക്കപ്പെടുന്നു. അപ്പോൾ അവിടെ വളർത്തുമൃഗങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തികമായോ എക്സ്ചേഞ്ചോ അല്ല അവിടെ നടക്കുന്നത്. അത് മാത്രമല്ല, അതിലുപരിയായിട്ട് കൾച്ചറൽ ആയിട്ടുള്ള, റിലീജിയസ് ആയിട്ടുള്ള മേന്മകളും കൾച്ചറൽ ആയിട്ടുള്ള പല സംഗതികളും അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പുഷ്കർ മേള, അതായത് ഒരു സാംസ്കാരിക പ്രവൃത്തി എങ്ങനെയാണ് ആഗോളതലത്തിൽ വിപണിയായിട്ട് അത് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഒരു യഥാർത്ഥ വിപണി സ്ഥലകാലങ്ങളെ എങ്ങനെ കീഴടക്കുന്നു എന്നുള്ളതാണ് അല്ലെ. ലോകത്തിന്റെ വിവിധ വശങ്ങളിൽ നിന്നുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ വന്നെത്തുന്നു അല്ലെ, ഒരു പ്രത്യേക പ്രദേശത്ത് ഒരുമിച്ച് കൂടുന്നു. അത് പണത്തിന്റെയും ചരക്കുകളുടെയും എക്സ്ചേഞ്ചിനേക്കാൾ ഉപരിയായിട്ട് സാംസ്കാരികവും മതപരവുമായ ഒരു എക്സ്ചേഞ്ച് ആയിട്ട് അവിടെ മാറി. അതിനുള്ള ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് പുഷ്കർ മേള എന്ന് പറയുന്നത്. ചിത്രങ്ങൾ കണ്ടു നോക്കൂ. Then we move to debate on liberalization, market versus state. ഉദാരവൽക്കരണത്തെ കുറിച്ചുള്ള ഒരു സംവാദം. വിപണികൾ രാഷ്ട്രത്തിനെതിരെ. ലിബറലൈസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ദി ലിബറലൈസേഷൻ സ്റ്റാർട്ടഡ് ഇൻ 1980s. 1980കളിലാണ് ലോകം ഉദാരവൽക്കരണത്തിന് വഴി തുറന്നിട്ടുള്ളത്. We saw what is liberalization.
ലിബറലൈസേഷൻ ഇൻക്ലൂഡ്സ് പ്രൈവറ്റൈസേഷൻ ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുന്നതിനെ നമുക്ക് ഉദാരവൽക്കരണം എന്ന് പറയാം. റിമൂവിംഗ് ഗവൺമെന്റൽ കൺട്രോൾ ഓൺ ക്യാപിറ്റൽ, ലേബർ ആൻഡ് ട്രേഡ്. വ്യാപാര തൊഴിൽ മൂലധനത്തിന്റെ നിയന്ത്രണങ്ങളിൽ നിന്നും ഗവൺമെന്റ് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഗവൺമെന്റ് നിയന്ത്രണം എടുത്തു കളയുക. അതാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ റിഡക്ഷൻ ഓഫ് താരിഫ് ആൻഡ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ്. ഇറക്കുമതി, അല്ലെ, ഇറക്കുമതിയുടെ തീരുവ കുറച്ചു കൊടുക്കുക. ആർക്കും യഥേഷ്ടം എന്തും ഇറക്കുമതി ചെയ്യാം. അതിന്റെ ഫലമായി സോ ദാറ്റ് ഫോറിൻ ഗുഡ്സ് ക്യാൻ ബി ഇമ്പോർട്ടഡ് മോർ ഈസിലി. ഇറക്കുമതിയുടെ നിയന്ത്രണം കുറച്ച് കളയുക, ലൈസൻസ് എടുത്ത് കളയുക. അപ്പൊ വിദേശ വസ്തുക്കൾ ധാരാളം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്നു. ഈസിയർ ആക്സസ് ഫോർ ഫോറിൻ കമ്പനീസ് ടു സെറ്റ് അപ്പ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ. വിദേശ കമ്പനികൾക്ക് യഥേഷ്ടം ഇന്ത്യയിൽ വന്ന് കച്ചവടം, വ്യാപാരം നടത്താനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക, ഉദാരവൽക്കരിക്കുക, ഒരു ഉദാര നയം. അപ്പൊ ലോകത്ത് ഉദാര നയം നടപ്പിലാക്കി 1980s, ലേറ്റ് 1980s, 1990-കളുടെ ആദ്യത്തിൽ ഇന്ത്യയിലും ഉദാരവൽക്കരണം നയം നടപ്പാക്കി. ഇങ്ങനെ ഉദാരവൽക്കരണം നടപ്പിലാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ഓൾ ദീസ് ചേഞ്ചസ് ലെഡ് ടു മാർക്കറ്റൈസേഷൻ. ഉദാരവൽക്കരണത്തിന്റെ ഫലമായി നമ്മുടെ രാജ്യം മാർക്കറ്റൈസേഷൻ. വാട്ട് ഈസ് മാർക്കറ്റൈസേഷൻ? നോട്ട് ചെയ്യാം. Marketization refers to the market or market-based processes are to be used to solve social, political and economic problems. അപ്പോൾ സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹികമായ പ്രശ്ന പരിഹാരത്തിന് വിപണി അനുബന്ധ കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തികമായ പ്രശ്നപരിഹാരങ്ങൾക്ക് വിപണി അനുബന്ധ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനെയാണ് മാർക്കറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലിബറലൈസേഷൻ പോളിസി വന്നതോടുകൂടി മാർക്കറ്റൈസേഷനിലേക്ക് നമ്മുടെ രാജ്യം മാറി. എല്ലാത്തരം കാര്യങ്ങളുടെ നിയന്ത്രണത്തിലും ഇടപെടലുകളിലും മാർക്കറ്റ് ആൻഡ് മാർക്കറ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഈ മാർക്കറ്റൈസേഷന് പലപ്പോഴും നമുക്ക് സപ്പോർട്ട് ചെയ്യാം, സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട്, അതിനെ എതിർക്കുന്നവരുമുണ്ട്. ദി സപ്പോർട്ടേഴ്സ് ഓഫ് മാർക്കറ്റൈസേഷൻ ബിലീവ് ദാറ്റ് removing government control will promote economic growth and lead to prosperity because private industries is more efficient than government industry. അപ്പോൾ ഈ മാർക്കറ്റൈസേഷനെ, വിപണിവൽക്കരണത്തെ ന്യായീകരിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്നത് സമ്പത്ത് വ്യവസ്ഥയിൽ നിന്ന്, വിപണി വ്യവസ്ഥയിൽ നിന്നും ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ എടുത്തു കളയുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയിലേക്ക് വഴിവെക്കുമെന്നുള്ളതാണ്. അതിനുള്ള ന്യായീകരണം പറയുന്നത് പൊതുമേഖലകളെക്കാൾ സ്വകാര്യ മേഖലയിലുള്ള സംരംഭങ്ങൾക്കാണ് കാര്യക്ഷമത കൂടുതൽ. ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള, അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലുള്ള സംരംഭങ്ങളാണ്. ഗവൺമെന്റ് സംരംഭങ്ങൾക്കൊന്നും അത്രമാത്രം കോമ്പീറ്റൻസി ഇല്ല. അതുകൊണ്ട് ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ എടുത്തു കളയുന്നത്, അല്ലെങ്കിൽ ഉദാരവൽക്കരണം നടപ്പിലാക്കുന്നത് സാമ്പത്തിക പ്രോസ്പെരിറ്റിക്ക് വഴിവെക്കുമെന്നാണ് ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. ഏതൊരു കാര്യത്തിനും രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവും. അപ്പൊ അനുകൂലിക്കുന്നവർ പറഞ്ഞത് സാമ്പത്തിക പ്രോസ്പെരിറ്റി ഉണ്ടാകും. ഇതിൽ പ്രതികൂലിക്കുന്നവർ എന്താണ് പറഞ്ഞത്? മെനി തിങ്കേഴ്സ് ബിലീവ് ദാറ്റ് liberalization and globalization will have attend evils and adversely impact Indian industry and agriculture. പക്ഷെ ഇന്ത്യയിൽ ഉദാരവൽക്കരണം നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ വ്യവസായങ്ങളെയും ഇന്ത്യൻ കാർഷിക മേഖലയെയും അത് നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നും അതിന്റെ പുരോഗതിയെ അത് നശിപ്പിക്കുമെന്നുമാണ് ഇതിനെ പ്രതികൂലിക്കുന്നവർ സൂചിപ്പിക്കുന്നത്. അപ്പൊ മാർക്കറ്റൈസേഷൻ, ലിബറലൈസേഷൻ അനുകൂലിക്കുന്നവർ പറയുന്നത് സാമ്പത്തിക പ്രോസ്പെരിറ്റി ഉണ്ടാവും, കാരണം സ്വകാര്യ സംരംഭങ്ങൾക്കാണ് കാര്യക്ഷമത കൂടുതൽ. എന്നാൽ പ്രതികൂലിക്കുന്നവർ പറയുന്നത് ഇന്ത്യൻ കാർഷിക രംഗത്തെയും ഇന്ത്യൻ വ്യവസായത്തെയും അത് പ്രതികൂലമായി ബാധിക്കുകയും അതിന്റെ നാശത്തിലേക്ക് വഴിവെക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ എതിർക്കുന്നവർ ഇത് പറയാൻ കാര്യം, എന്തുകൊണ്ട് ഇന്ത്യൻ വ്യവസായങ്ങളെയും അഗ്രികൾച്ചർ തലത്തെയും ഇത് നെഗറ്റീവായി ബാധിക്കും, പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതിന് അവർ പറയുന്ന ന്യായീകരണം ഇതാണ്. നോക്കൂ, our industries are small scale or cottage industries. They cannot effectively compete with foreign companies. നമ്മുടെ രാജ്യത്തിന്റെ വ്യവസായങ്ങൾ എന്ന് പറയുന്നത് ചെറുകിട കുടിൽ വ്യവസായങ്ങളാണ്. ഈ ചെറുകിട കുടിൽ വ്യവസായങ്ങൾക്ക് വിദേശ കമ്പനികളുമായും ഉൽപ്പന്നങ്ങളുമായും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഉദാരവൽക്കരണം നടപ്പിലാക്കുന്നതിനെ ഇവർ പ്രതികൂലിക്കുന്നു, ഇവരതിനെ എതിർക്കുന്നു. ഓക്കെ. അപ്പൊ ആഗോളവൽക്കരണം എന്താ എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചു. ആഗോളവൽക്കരണത്തിന്റെ വഴിവെച്ച പ്രധാന ഘടകങ്ങളാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ,
ലിബറലൈസേഷൻ സംഭവിച്ചാൽ എന്താണ് ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിനെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവരുണ്ട്. ഇനി നമ്മൾ ലിബറലൈസേഷൻ്റെ അനുകൂലന പ്രതികൂലന വാദഗതികൾ നമുക്ക് മുന്നോട്ട് വെക്കാം. അപ്പോൾ ഒരു ഡിബേറ്റിലേക്ക് നമുക്ക് പോകും അല്ലേ. എന്തായാലും ഡിബേറ്റ് നടത്തുമ്പോൾ അനുകൂലിക്കുന്ന വാദഗതികൾ മുന്നോട്ട് വെക്കണം, പ്രതികൂലിക്കുന്ന വാദഗതികൾ മുന്നോട്ട് വെക്കണം. ഇവിടെ ലിബറലൈസേഷൻ്റെ പോസിറ്റീവ് ആസ്പെക്റ്റുകൾ അല്ലെങ്കിൽ അതിന് അനുകൂലിക്കുന്നവർ എന്തെല്ലാം ആണ് മുന്നോട്ട് വെക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കൊരു ഡിബേറ്റ് കണ്ടക്ട് ചെയ്യാം അല്ലേ. മോഡറേറ്ററായിട്ട് ഞാൻ തന്നെ ഇരിക്കാം. ഓക്കെ, അപ്പോൾ കണ്ടക്ട് എ ഡിബേറ്റ് ഓൺ ഫോർ ആൻഡ് അഗൈൻസ്റ്റ് ഓഫ് ലിബറലൈസേഷൻ. ടീം എ, ടീം ബി. ടീം എ അതിനെ അനുകൂലിക്കുന്നു, ടീം ബി അതിനെ പ്രതികൂലിക്കുന്നു. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ലെറ്റ് us start a debate on liberalization, on its positive and negative impact. First, I invite those who favor liberalization. Okay, you can present your points to support liberalization. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ലിബറലൈസേഷനെ അനുകൂലിക്കുന്നവരെ വിളിക്കാം. അവരവരുടെ എന്തൊക്കെ സപ്പോർട്ടിംഗ് പോയിന്റാണ് മുന്നോട്ട് വെക്കുന്നത് നോക്കാം. ഓക്കെ, ഉദാരവൽക്കരണത്തെ ഞങ്ങൾ അനുകൂലിക്കുകയാണ്. കാരണം ഉദാരവൽക്കരണത്തിന് ഒരുപാട് ക്രിയാത്മകമായിട്ടുള്ള വശങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രധാനമായിട്ടും ഉദാരവൽക്കരണത്തെ അനുകൂലിക്കാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. ലിബറലൈസേഷൻ സ്റ്റിമുലേറ്റഡ് ഇക്കണോമിക് ഗ്രോത്ത്. സർ, ലോകത്തിൻ്റെ സാമ്പത്തികമായ വളർച്ചയെ പ്രചോദനം നൽകുന്ന ഒരു സംരംഭമായിട്ടാണ് ഞങ്ങൾ ഉദാരവൽക്കരണത്തെ കാണുന്നത്. ഇറ്റ് ഓപ്പൺസ് അപ്പ് ഇന്ത്യൻ മാർക്കറ്റ് ഫോർ ഫോറിൻ ഗുഡ്സ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉദാരവൽക്കരണം വന്നോട് കൂടിയിട്ടാണ് ഇന്ത്യൻ വിപണിയെ വിദേശ വിപണികളിലേക്ക് തുറന്നു കൊടുക്കുകയും അതിന്റെ ഫലമായി ഇഷ്ടം പോലെ വിദേശ വസ്തുക്കൾ ഇന്ത്യയിലേക്ക് ഒഴുകുകയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് ചീപ്പായിട്ട് വില കുറഞ്ഞ് നല്ല ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ലിബറലൈസേഷൻ ആണ്. സെക്കൻഡ്, തേർഡ് വൺ ഈസ് ഇൻക്രീസിങ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. സർ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപങ്ങൾ ഉണ്ടായത് ഉദാരവൽക്കരണത്തിന് ശേഷമാണ്. അപ്പോൾ ഈ നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞപ്പോഴാണ് വിദേശ നിക്ഷേപകർ ഇന്ത്യയിൽ എത്തുകയും അവരിവിടെ ഇഷ്ടംപോലെ സംരംഭങ്ങൾ തുടങ്ങുകയും ആ ഇന്ത്യയിൽ ഒരുപാട് പേർക്ക് തൊഴിൽ മേഖല അല്ലെങ്കിൽ തൊഴിൽ ലഭിക്കുന്നതിന് കാരണമായി എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നു. അപ്പോൾ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ കൂടുതൽ കൊണ്ടുവന്നത് ലിബറലൈസേഷന്റെ ഫലമായിട്ടാണ്. സർ, മറ്റൊന്ന് ഇൻക്രീസ് എഫിഷ്യൻസി ഓഫ് കമ്പനീസ്. കമ്പനികളുടെ കാര്യക്ഷമത വർദ്ധിക്കുന്നതിലേക്ക് കാരണമാവുകയും ചെയ്തു എന്നുള്ളതാണ് സർ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു വാദഗതി. മൊണോപ്പൊളി ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ലിബറലൈസേഷൻ വന്നതോടുകൂടി ഇഷ്ടംപോലെ വിദേശ കമ്പനികൾക്കും അതുപോലെ തന്നെ വിദേശ ഉൽപ്പന്നങ്ങൾക്കും വരാൻ വന്നതോടുകൂടെ ഇവിടെ കുത്തക അവസാനിക്കുകയും ഫൈനലി റെഡ്യൂസ്ഡ് ദി ഗവൺമെന്റ്സ് ബർഡൻ ഓൺ ഫോറിൻ കമ്പനീസ്. വിദേശ കമ്പനികളിൽ ഗവൺമെന്റിനുണ്ടായിരുന്ന ഭാരം കുറച്ചു കൊണ്ടുവരുന്നതിന് കാരണമായത് ലിബറലൈസേഷൻ ആണ്. ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ലിബറലൈസേഷൻ ഞങ്ങൾ അനുകൂലിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഞങ്ങൾ അനുകൂലിക്കാനുള്ള പ്രധാന കാരണങ്ങൾ സ്റ്റിമുലേറ്റഡ് ഇക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ചയെ അത് പ്രചോദിപ്പിച്ചു. ഓപ്പൺ അപ്പ് ഇന്ത്യൻ മാർക്കറ്റ് ഫോർ ഫോറിൻ ഗുഡ്സ്, വിദേശ വസ്തുക്കൾ ഇന്ത്യയിലേക്ക് ഒഴുകുന്നതിന് കാരണമായി. ഇൻക്രീസിംഗ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, വിദേശ നിക്ഷേപങ്ങൾ വന്നതോടുകൂടി തൊഴിൽ മേഖല ഇഷ്ടംപോലെ തൊഴിൽ ലഭിച്ചു. ഇൻക്രീസ് എഫിഷ്യൻസി ഓഫ് കമ്പനീസ്, കമ്പനികളുടെ കാര്യക്ഷമത വർദ്ധിക്കുന്നതിൽ കാരണമായി. റെഡ്യൂസ്ഡ് ദി ഗവൺമെന്റ്സ് ബർഡൻ ഓൺ ഫോറിൻ കമ്പനീസ്, വിദേശ കമ്പനികൾക്ക് ഗവൺമെന്റ് ഉണ്ടായിരുന്ന ഭരിച്ച ഉത്തരവാദിത്തം ഭാരം കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ഉദാരവൽക്കരണത്തിന് അനുകൂലിക്കുന്നവര് വളരെ വ്യക്തമായിട്ട് തന്നെ അവിടെ പോയിന്റ്സുകൾ മുന്നോട്ട് വെച്ചു. എല്ലാവരും ഈ പോയിന്റ്സുകൾ നോട്ട് ചെയ്യുക, എന്തുകൊണ്ട് ഉദാരവൽക്കരണത്തെ നിങ്ങൾ അനുകൂലിക്കുന്നത്. ദെൻ ഇനി നമ്മൾ നീങ്ങുന്നത് വി ജസ്റ്റ് മൂവ് ടു ദി ഗ്രൂപ്പ് ദേ ഓപ്പോസ് ലിബറലൈസേഷൻ. They are against the liberalization policy. എന്തുകൊണ്ടാണ് നിങ്ങൾ ഉദാരവൽക്കരണ നയങ്ങളെ എതിർക്കുന്നത്? ഇപ്പോൾ ഉദാരവൽക്കരണ നയത്തെ അനുകൂലിക്കുന്നവരുടേതായിട്ടുള്ള പോയിന്റ്സുകൾ മുന്നോട്ട് വെച്ചു, സപ്പോർട്ടിംഗ് പോയിന്റ്സ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത് എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കണം. ഉദാരവൽക്കരണ നയത്തെ പ്രതികൂലിക്കുന്ന ഗ്രൂപ്പിന്റെ പ്രതിനിധിയാണ് ഞാൻ. ഉദാരവൽക്കരണത്തെ എതിർക്കാനുള്ള പ്രധാന കാരണം some sectors of Indian industry, especially software, IT or agriculture, including fish or fruit, may benefit from access to a global market. ഉദാരവൽക്കരണ നയം പൊതുവെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന് വലിയ നേട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പ്രത്യേകിച്ചും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് സോഫ്റ്റ്വെയർ IT മേഖലയും കാർഷിക മേഖലയിലെ പ്രധാനമായിട്ടും ഫ്രൂട്ട്സ്, ഫിഷ് തുടങ്ങിയ മേഖലയും ദ ആക്സസ് ടു ഗ്ലോബൽ മാർക്കറ്റ്. IT, സോഫ്റ്റ്വെയർ, ഫിഷ്, ഫ്രൂട്ട്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ
ലോക വിപണികളിലേക്ക് എത്താൻ സഹായിച്ചു എന്നുള്ളത് ലിബറലൈസേഷൻ്റെ മേന്മയായിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ മറ്റുള്ള മേഖലകളെല്ലാം സെറ്റ് ബാക്ക് ആണ്, അത് പുറകോട്ട് പോയി. അത് മറ്റുള്ള മേഖലകൾ പുറകോട്ട് പോയത് കൊണ്ടാണ് ഞങ്ങൾ ഉദാരവൽക്കരണ നയത്തെ എതിർക്കുന്നത്. പ്രധാനമായിട്ടും ഓട്ടോമൊബൈൽസ്, ഇലക്ട്രോണിക്സ് or oil seeds cannot compete with foreign producers. Indian farmers faced competition. സർ, പ്രത്യേകിച്ചും ഇലക്ട്രോണിക്സ് വ്യവസായങ്ങൾ, മൊബൈൽ ഫോൺ വ്യവസായം, ഓയിൽ സീഡ്സ് തുടങ്ങിയവ സെറ്റ് ബാക്ക്, തിരിച്ചടി നേരിടുകയും ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദകർ വിദേശ നിർമ്മിത വസ്തുക്കളുമായി വലിയ മത്സരത്തിന് ഇടവരുകയും അത്തരം മത്സരത്തിൽ ഇവർ പുറകോട്ടടിക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിലെ കർഷകര്, ചെറുകിട ഉൽപാദകര് അവര് ആഗോള വിപണിയുമായി മത്സരിക്കാൻ കഴിയാതെ തളർന്നുപോയി എന്നുള്ളത് കൊണ്ടാണ് ലിബറലൈസേഷൻ ഞങ്ങൾ എതിർക്കുന്നത്. മറ്റൊന്ന്, ദി ഗവൺമെന്റ് സപ്പോർട്ട് പ്രൈസസ് സബ്സിഡീസ് റെഡ്യൂസ്ഡ് ഓർ വിഡ്രോൺ. ആഗോളവൽക്കരണത്തിന്റെ ഫലമായി ഗവൺമെന്റ് പൊതുമേഖലയിൽ നിന്നും പിന്മാറിയപ്പോൾ താങ്ങുവിലകൾ, കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്കുള്ള താങ്ങുവിലകൾ, അതുപോലെ തന്നെ പല സബ്സിഡികളും ഗവൺമെന്റ് പിൻവലിക്കുകയുണ്ടായി. പലപ്പോഴും ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരൊക്കെ സബ്സിഡിയും അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് പ്രൈസിനും അത് ഉള്ളത് കൊണ്ടാണ് അവർ പിടിച്ചു നിന്നിരുന്നത്. പക്ഷെ ഗവൺമെന്റ് ഇത് പിൻവലിച്ചതോടുകൂടി കർഷകർക്ക് തിരിച്ചടിയായി എന്നുള്ളത് കൊണ്ടാണ്. മറ്റൊന്ന്, സ്മാൾ മാനുഫാക്ചേഴ്സ് ഹാവ് ബീൻ എക്സ്പോസ്ഡ് ടു ഗ്ലോബൽ കോമ്പറ്റീഷൻ. ചെറുകിട ഉൽപാദകര്, നേരത്തെ കർഷകരെ കാര്യം പറഞ്ഞ പോലെ തന്നെ ചെറുകിട ഉൽപാദകരും ആഗോളതലത്തിൽ മത്സരിക്കാൻ കഴിയാതെ പുറകോട്ട് പോകേണ്ടി വന്നു. വിദേശ നിർമ്മിതമായ വൻകിട കമ്പനികൾ ഉൽപ്പന്നങ്ങൾ ചീപ്പ് വിലക്ക് കൊടുത്തപ്പോൾ ചെറുകിട ഉൽപാദകർക്ക് അത് ക്ഷീണം ചെയ്തു എന്നുള്ളതാണ്. ദെൻ ലോസ് ഓഫ് എംപ്ലോയ്മെന്റ് ഡ്യൂ ടു ക്ലോസിംഗ് ഓഫ് പബ്ലിക് സെക്ടേഴ്സ്. ഏറ്റവും പ്രധാനമായിട്ട് ലിബറലൈസേഷൻ നടപ്പിലാക്കിയപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒരുപാട് ഇവിടെ അടച്ചുപൂട്ടേണ്ടി വന്നു. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയപ്പോൾ ഒരുപാട് യുവജനങ്ങൾക്ക് തൊഴിൽ നഷ്ടമായി എന്നുള്ളതാണ്. തൊഴിൽ നഷ്ടം എന്നുള്ളത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ ലിബറലൈസേഷൻ എന്നുള്ളത് തൊഴിൽ നഷ്ടം ഉണ്ടാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ അതിനെ എതിർക്കുന്നത്. ദെൻ ഗ്രോത്ത് ഓഫ് അൺഓർഗനൈസ്ഡ് സെക്ടർ ഓഫ് എംപ്ലോയ്മെന്റ്. മറ്റൊന്ന്, തൊഴിലുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. തൊഴിൽ നഷ്ടപ്പെടുകയും എന്നാൽ സ്വകാര്യ മേഖലയിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ് തൊഴിലുകൾ കൂടുതൽ ഉണ്ടായത്. തൊഴിലാളികൾക്ക് വേണ്ട ആനുകൂല്യങ്ങളും വേണ്ട സംരക്ഷണവും ഇല്ലാത്ത അസംഘടിത തൊഴിൽ മേഖലകളാണ് ഉദാരവൽക്കരണത്തിന്റെ ഫലമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. ഇതുകൊണ്ടാണ് ഞങ്ങൾ ഉദാരവൽക്കരണ നയത്തിനെ ഒപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, ഈ രണ്ട് ഗ്രൂപ്പുകളും അവരുടെ പോയിന്റ്സുകൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു. നിങ്ങൾക്ക് ലിബറലൈസേഷനോട് അനുകൂലിക്കാം, പ്രതികൂലിക്കാം. എന്തായാലും നിങ്ങൾ അനുകൂലിക്കുന്നുവെങ്കിൽ ഇന്ന ഈ കാര്യങ്ങൾ കൊണ്ട്, പ്രതികൂലിക്കുന്നുവെങ്കിൽ ഇന്ന ഈ കാര്യം കൊണ്ട് നിങ്ങൾ വിശദീകരിക്കുക. അങ്ങനെ നമ്മൾ 4th യൂണിറ്റിന്റെ കൺക്ലൂഷനിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ് നമ്മളൊരു ഉപസംഹാരമായിട്ട് ഈ ചാപ്റ്ററിന് പറയേണ്ടത്? ദി എക്സ്ചേഞ്ച് ഹാസ് എ സോഷ്യൽ ആൻഡ് സിംബോളിക് സിഗ്നിഫിക്കൻസ് ദാറ്റ് ഗോസ് ഫാർ ബിയോണ്ട് ഇറ്റ്സ് ഇമ്മീഡിയറ്റ് ഇക്കണോമിക് പർപ്പസ്. കൈമാറ്റങ്ങൾ, വിപണികൾ അതിന്റെ സാമ്പത്തികമായ ധർമ്മത്തെക്കാൾ ഉപരിയായിട്ട് സാമൂഹികവും പ്രതീകാത്മകവുമായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഇത്രയും ചർച്ച ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. മാത്രമല്ല, ദി വേ ഓഫ് എക്സ്ചേഞ്ച് റാപ്പിഡ്ലി ചേഞ്ചിങ് ഇൻ കണ്ടംപററി പീരിയഡ്. വിപണി അല്ലെങ്കിൽ കൈമാറ്റ വ്യവസ്ഥിതി, അത് ഏത് തരത്തിലുള്ള കൈമാറ്റങ്ങളായാലും അത് മാറിക്കൊണ്ടിരിക്കുന്നു, അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആഗോളവൽക്കരണത്തിന്റെ ഫലമായിട്ട് പ്രത്യേകിച്ചും ഓൺലൈൻ ബിസിനസ് മേഖലകൾ, ഓൺലൈൻ മാർക്കറ്റിലേക്കൊക്കെ എക്സ്ചേഞ്ചുകൾ മാറി എന്നുള്ളത് കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇതിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുക. ഈ യൂണിറ്റ് ഒന്നും കൂടെയൊക്കെ കേട്ട് എല്ലാ ടോപ്പിക്കും കേട്ട് നോട്ട്സൊക്കെ എഴുതിയിട്ട് സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം.